അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ താൻ മത്സരിക്കാൻ പോകുന്നു എന്ന് ഏറ്റവും ഒടുവിലാണ് PV അൻവർ പറഞ്ഞത്. പക്ഷേ പറഞ്ഞു തുടങ്ങിയത് പിണറായി സത്തിനെതിരെയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദീർഘമായ പ്രതികരണങ്ങൾ മുഴുവൻ തന്നെയും ആര്യാടൻ ഷൗക്കത്തിനെതിരെയായിരുന്നു. ഒരു തരത്തിലും സാധ്യത ഇല്ലാതാക്കാനുള്ള കൃത്യമായ ആലോചനയോടുകൂടി തന്നെ PV അൻവർ വന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ജയിക്കുക ആരാണെന്ന് ചോദിച്ചാൽ LDF-ഓ ഞാനോ എന്നാണ് പറയുന്നത്. അപ്പോഴും ആര്യാടൻ ഷൗക്കത്തിന് ഒരു സാധ്യതയും കൽപ്പിക്കുന്നില്ല എന്ന രൂപത്തിൽ ആ വാർത്താ സമ്മേളനം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലേ? സ്മൃതി, യഥാർത്ഥത്തിൽ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള വാർത്താ സമ്മേളനം എന്ന് തന്നെ നമ്മൾ രാഷ്ട്രീയം വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അത്രയേറെ രാഷ്ട്രീയ വിമർശനങ്ങൾ, അതിനോടൊപ്പം തന്നെ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ വോട്ട് ബാങ്കിലേക്ക് വോട്ട് ഉറപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ വാർത്താ സമ്മേളനം തന്നെയാണ് PV അൻവർ നടത്തിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ഏറ്റവും കൂടുതൽ വിമർശനത്തിന് ഇരയാകേണ്ടി വന്നത് ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരുന്നു. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനോടൊപ്പം തന്നെ സ്വരാജിനെതിരെ സ്വരാജിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന രീതിയിൽ, ആര്യാടൻ ഷൗക്കത്തിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന രീതിയിൽ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തി. അതിന് ഏറ്റവും ഒടുവിലാണ് PV അൻവർ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ സ്വരാജിനെതിരെ പ്രളയകാലത്ത് സ്വരാജ് നടത്തിയ ഇടപെടലുകൾ, ഇല്ലെങ്കിൽ സ്വരാജ് ഇവിടെ വന്ന് ഫോട്ടോ എടുത്തു പോയി എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് സ്വരാജിന്റെ പ്രളയകാലത്ത് നടത്തിയ ഇടപെടൽ. അതിനോടൊപ്പം തന്നെ സ്വരാജിന്റെ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ സ്വരാജ് VS അച്യുതാനന്ദനെതിരെ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ, ഇല്ലെങ്കിൽ VS അച്യുതാനന്ദനെ വെട്ടിക്കുട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്നടക്കം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സ്വരാജ് പറഞ്ഞു എന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അത് സാമുദായികമായുള്ള ചില വോട്ട് പിടുത്തത്തിൻ്റെ ശ്രമങ്ങളും PV അൻവർ നടത്തി. അഥവാ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വരാജ് സ്വീകരിച്ച നിലപാടുകൾ, അതിൻ്റെ വിമർശനങ്ങളടക്കം ഉയർത്തി കാട്ടിക്കൊണ്ട് സ്വരാജ് നേരെ എന്തൊക്കെ രാഷ്ട്രീയ ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയുമോ ആ രാഷ്ട്രീയ ആയുധങ്ങളൊക്കെ തന്നെ PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പ്രയോഗിച്ചു. ഇനി മറുപക്ഷത്ത് ആര്യാടൻ ഷൗക്കത്തിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ കാലങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ, ആര്യാടൻ ഷൗക്കത്ത് നിർമ്മിച്ച സിനിമകൾ, ഇതെല്ലാം ഉയർത്തിക്കൊണ്ടുള്ള വിമർശനം നടത്തി. പാഠം ഒന്ന് വിലാപം എന്ന് പറയുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ സിനിമ അത് സാമുദായിക വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടുകളൊന്നും തന്നെ ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കില്ല. അതോടൊപ്പം തന്നെ ലീഗിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ലീഗിനെതിരെ പാണക്കാട് തങ്ങൾമാർക്കെതിരെ മുമ്പ് നടത്തിയ പ്രസ്താവനകൾ, ആര്യാടൻ മുഹമ്മദ് ഉള്ള കാലത്ത് തന്നെ ആര്യാടൻ ഷൗക്കത്ത് നടത്തിയ പ്രസ്താവനകൾ, പാണക്കാട് കുടുംബത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തണം, പാണക്കാട് തങ്ങന്മാരെ റെയ്ഡ് നടത്തണം അടക്കം അന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിലെല്ലാം തന്നെയുള്ള വലിയ സാമുദായിക ഇക്വേഷൻസ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനകൾ PV അൻവർ നടത്തുന്നു.